കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. എല്ലാവരും വരും, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഇന്ന് കണ്ണൻ നമ്മളെ കാത്തിരിക്കണത് നോക്കണ്ടേ. എല്ലാവരും വരൂ. നമുക്ക് നേരെ ആദ്യം തന്നെ ആ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് വരാം. അങ്ങനെ വരുമ്പോൾ ഗരുഡനെ കാണാം, ഗരുഡൻ്റെ വെങ്കല പ്രതിമ ഒന്ന് കാണാം. അതുപോലെ കിഴക്കേ നടയിലുള്ള ആ പുതിയ ഗോപുരത്തിലെ രണ്ട് സൈഡിലുള്ള ഓരോ വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ നമ്മൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകു വശത്തായിട്ട് ഉള്ള അത്തിമര ഗണപതിയെ കാണാനായിട്ട് പോവാം. ഗണപതിയെ കണ്ട് സുഖമായിട്ട് തൊഴാം. ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്. ഉച്ചപൂജയും ഒക്കെ കുറച്ച് വഴുകി, അതായത് ഉദയാസ്തമന പൂജ ഉണ്ട്. അതിൻ്റെ തിരക്ക് ഇപ്പോഴും നട അടച്ചിട്ടില്ല, തിരക്ക് തന്നെയാണ്. ഇനി 6 വരെയോ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമുക്കങ്ങനെ തൊഴുത് വരാം. ഗോപുരവാതിൽ കടന്നിട്ട് അകത്തേക്ക് പ്രവേശിക്കുക. അങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഇടത് സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ ആ പീഠം നോക്കിയിട്ട് തൊഴാം. വലതുവശത്തുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരത്തെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് തൊഴാം. പിന്നെ അങ്ങനെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ആ സ്വർണ്ണ വിളക്കിൻ്റെ, വെള്ളി വിളക്കിൻ്റെ, ആ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അടിയിലൊരു താമര കാണാനുണ്ട്. നല്ല വലിയൊരു താമര, വളരെ വ്യക്തമായിട്ടുള്ളൊരു താമര. അതിൽ 2 കുഞ്ഞി കാലുകൾ കാണാനുണ്ട്, കാൽവളകൾ കാണാനുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള ആ ഒരു കാഴ്ച കാണുന്നു. അങ്ങനെ പട്ടിങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അരമണിക്ക് ഇങ്ങനെയൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഒരു കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്, മറുകൈയിൽ വെണ്ണയുണ്ട്. വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. നല്ല ആ ഒരു കാഴ്ചയാണ്. വെണ്ണക്കണ്ണനാണ്, പൊന്നോടക്കുഴലും പിടിച്ചിട്ടുള്ള വെണ്ണക്കണ്ണനാണ് ഇന്നത്തെ ശ്രീലകത്തെ കാഴ്ച. അങ്ങനെ നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ ഗോപീതിലകമുണ്ട്. പിന്നെ വലിയ കാശുമാല പോലത്തെ മാല, അങ്ങനെ വലിയ മാല ഉണ്ട്. പിന്നെ വളയം പോലത്തെ ഒരു മാല, ഒരു പതക്കം പോലത്തെ ഒരു മാല. അതേമാതിരി വേലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. തിരുമുടി മാല 2 എണ്ണമാണ്, വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് 2 എണ്ണം. അങ്ങനെ വലിയൊരു ഉണ്ടമാല എന്ന് വെച്ചാൽ വെളുത്ത പൂവും തെച്ചിയും തുളസിയായിട്ടുള്ളത്. അത് നല്ല നീണ്ടിട്ടുള്ള വലിയ മാലയാണ്. നന്നായിട്ടുള്ളൊരു കാഴ്ച. അങ്ങനെ ഗോപി തിലകങ്ങൾ കാണാണ്ട്, കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകളുണ്ട്. അതുപോലെ ഒരു നല്ലൊരു പൊന്നിൻ്റെ ഗോപി തിലകം തൊട്ടിട്ടുണ്ട്. നല്ല ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ സോപാനപ്പടിയിലാണ്. സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുന്നതായിട്ട് സങ്കല്പിച്ചോളൂ, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് നമ്മൾ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി നേരെ ആദ്യം കാണുന്ന ആ ബലിക്കല്ല്, അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കിയിട്ട് തൊഴാം. അതിന് ശേഷം തിടപ്പള്ളി നോക്കിയിട്ട് തൊഴാം. പിന്നീട് സപ്തമാതാക്കളൊക്കെ നോക്കി തൊഴാം. അതേപോലെ ആലിലെ കണ്ണനെ ഒന്ന് നോക്കി തൊഴാം. പിന്നെ സപ്തമാതാക്കളെ കണ്ട് തൊഴുത് നേരെ വിഘ്നേശ്വരൻ്റെ അവിടേക്ക് വരിക. വിഘ്നേശ്വരൻ്റെ അവിടേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ ഇന്ന് ചന്ദന ചാർത്ത് കാര്യമായിട്ടില്ല, കുറച്ചേ ഉള്ളൂ ചന്ദനം. ആ മുഖത്തൊക്കെ അങ്ങനെ ഇതായി വരുന്നുള്ളൂ. അതേപോലെ ആ മഞ്ഞപ്പട്ടും ചുവന്ന പട്ടുമൊക്കെ ആയിട്ടാണ് ഇന്ന് ഗണേശൻ്റെ അലങ്കാരം. അതേമാതിരി വലിയ ഗോപി തിലകം വെച്ചിട്ടുണ്ട്, വലിയതായിട്ടുള്ള തന്നെ നല്ലൊരു കാഴ്ചയാണ്. അങ്ങനെ നോക്കിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവീനെ കാണുക. അവിടെ നല്ല വലിയൊരു മാല ചാർത്തിയിട്ടുണ്ട്, വെളുത്ത പൂവും തുളസിയൊക്കെ ആയിട്ടുള്ളത്, അങ്ങനെ കെട്ടിയിട്ടുള്ളത്. അപ്പോൾ സരസ്വതി ദേവീനെയും പ്രാർത്ഥിച്ചോളൂ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ അവിടെ തൊഴുത് വരുമ്പോൾ ആ കോർണറിലുള്ള ഗണേശനെയൊക്കെ കണ്ട് തൊഴുത് വരാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ടു വരുമ്പോൾ ഇന്നത്തെ
ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂതിരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം താമരക്കണ്ണനെ ചാർത്തിയിട്ടുള്ളത് ശ്രീവാസോദിക്കനാണ്. അദ്ദേഹം അവിടെ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ വാങ്ങിയിട്ട് നമ്മൾ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. വാമന സ്വരൂപം കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. മഹാവിഷ്ണുവിൻ്റെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. പിന്നെ അനന്തപത്മനാഭനെ കണ്ടു തൊഴാം. അവിടെ വന്നിട്ട് സുഖമായിട്ട് തൊഴാം. കാരണം എന്താ വെച്ചാൽ വലിയ തിരക്കൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ വന്ന് തൊഴാം. ധാരാളം മാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയും അതേപോലെ വെളുത്ത പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. പിന്നീട് വന്ന് നമ്മൾ നേരെ ഒരു ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നായി കണ്ടു തൊഴാം. അങ്ങനെ കണ്ണനെ കാണാം. അതേപോലെ മുരുകനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇന്ന് കുറച്ച് കുങ്കുമേ ഉള്ളൂ, പക്ഷേ ധാരാളം മാലകളുണ്ട്. അതായത് വെറ്റിലമാലയുണ്ട്, തുളസി മാല ഉണ്ട്, അതേപോലെ ലിഖിതം കൊണ്ടുള്ള മാലകൾ എഴുതിയിട്ട് കടലാസ് മാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അവിടെ നോക്കിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ത്വമസ്മിൻ കാര്യസിദ്ധ്യേ നമസ്തുഭ്യം ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം പാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിച്ച് അവിടുന്ന് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ അവിടുന്ന് പോരാം. ആ ഓവിൻ്റെ അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കാം. അവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ടു തൊഴാം. അകത്തും പുറത്തും താമരക്കണ്ണനെ കണ്ടു തൊഴാം. അതിനുശേഷം നമ്മൾ ഗ്രില്ലിൻ്റെ അവിടേക്ക് വന്നിട്ട് നേരെ മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ ആ നൃത്താറയിലേക്ക് നോക്കിയിട്ട് ആ കിടാവിളക്ക് ഇരുന്ന് കത്തി ജ്വലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് തൊഴാം. അതിനുശേഷം കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ പുറത്ത് വരാം. അങ്ങനെ പുറത്ത് വന്നിട്ട് നേരെ പ്രസാദ കൗണ്ടറിലെത്തിയിട്ട് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരുമ്പോഴോ അവിടെ നിന്ന് ഇങ്ങനെ കാര്യമായിട്ടുള്ള ഇതൊന്നും ആയിട്ടില്ല, അലങ്കാരം ഇല്ല, കുറേശ്ശെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. മാലകൾ ധാരാളമുണ്ട്. അതേപോലെ ചുവന്ന പട്ട് ഞെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ അർച്ചനകൾ ധാരാളം നടന്നിട്ടുണ്ട്. അതൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് അതിനുശേഷം നമ്മൾ കോർണറിലെത്തി തിരിഞ്ഞ് നോക്കിയിട്ട് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക. മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കുക. അപ്പോൾ മമ്മിയൂർ പോയ ആ ഒരു ദർശനം കിട്ടും. അതിനുശേഷം നമ്മളിങ്ങനെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ വെണ്ണക്കണ്ണനെ, ആ ഓടക്കുഴലിൽ പിടിച്ചിട്ടുള്ള വെണ്ണക്കണ്ണനെ കണ്ടു തൊഴാം. അങ്ങനെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്ന് കിടാവിളക്ക് നോക്കി തൊഴാം. പിന്നെ അയ്യപ്പൻ്റെ അവിടെ അടുത്ത് വരുമ്പോൾ അവിടെ ഇന്നും ഉണ്ട് കേട്ടോ പീലി. നല്ല രസമാണല്ലോ. ഇപ്പോൾ എന്നും കണ്ണനായിട്ടാണ്. ഇന്ന് ഓടക്കുഴൽ കാണാനില്ല, പക്ഷെ പീലി തിരുമുടിയിൽ പീലി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അയ്യപ്പ സ്വാമീനെ നോക്കുമ്പോൾ കണ്ണനായിട്ട് തന്നെ തോന്നുന്നു കേട്ടോ. അമ്മാതിരി രസമാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് നടയിൽ വന്നിട്ട് ആ ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള ആ വേണുഗോപാലിനെ കണ്ടു തൊഴാം. അതിനുശേഷം കുറച്ച് പുറകിലോട്ട് ഇറങ്ങി നിന്നാൽ നേരെ ആ ഒരു കൊടിമരത്തിൻ്റെ മുകളിൽ ഗരുഡധ്വജനെ കണ്ട് പ്രാർത്ഥിക്കാം. പിന്നെ അങ്ങനെ നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തിറങ്ങിയിട്ട് നേരെ കുളം
അതായത് രുദ്രതീർത്ഥക്കുളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ നാരായണാലയത്തിൽ കയറിയിട്ട് ആ പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴാം. അതൊക്കെ കണ്ട് തൊഴുത് ഭഗവതി നടയിലെത്തിയിട്ട് ഭഗവതീനെ ഒന്നുകൂടി പ്രാർത്ഥിക്കാം. പിന്നെ ദീപസ്തംഭത്തിൻ്റെ കിഴക്കേ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴാം. അതിനുശേഷം അവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ തെക്കേ നടയിലുള്ള ആ കൂവളമരത്തിൻ്റെ അവിടെ എത്തും. കൂവളമരത്തിൻ്റെ അവിടെ എത്തിയിട്ട് ആ കൂവളത്തിനെ കാണുക. എന്നിട്ട് മഹാദേവനെയും പാർവതി ദേവീനെയും മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. കൂവളത്തിൻ്റെ ഇലയൊക്കെ കുറച്ച് വാടി നിൽക്കുന്ന മഴ ഒരു ലേശം ഉണ്ടായിട്ടില്ല, അത് അത്രയ്ക്കുള്ള ഒരു ഇതില്ല. പിന്നെ വീണ്ടും ചെറുതായി വെട്ടിയോ ചെറുതാക്കിയെന്നാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഇന്നിപ്പോൾ കഥയുടെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് പറയാം. നമുക്ക് വില്യമംഗലത്തിൻ്റെ ആ ഒരു കഥ, അതായത് വില്യമംഗലം സ്വാമിയാരെ മഹാവിഷ്ണു ഭൂ എന്നുള്ളൊരു ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ ശബ്ദത്തിൽ നിന്ന് ഒരു മനുഷ്യജന്മം, അതായത് മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഒരു മുനിജന്മം ഉണ്ടായി. ആ മുനിജന്മത്തിൻ്റെ രണ്ടാമത്തെ അവതാരമായിട്ട് അതായത് വ്യാസനായി. അതായത് അദ്ദേഹത്തിനോട് ഏൽപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ വേദങ്ങളെ പകുത്ത് പുതിയവ രൂപീകരിക്കാനാണ്. ആദ്യത്തെ ജന്മത്തിൽ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞ് വ്യാസ മഹർഷിയോട് പറഞ്ഞു. അങ്ങനെ അതിന് ശേഷമാണ് മൂന്നാമത്തെ വ്യാസഭഗവാന്റെയൊക്കെ മൂന്നാമത്തെ ജന്മമായിട്ടാണ് ശരിക്കും വില്യമംഗലം വന്നത് എന്നാണ് വില്യമംഗല കഥകളിലൊക്കെ അതൊന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അത് അത്രയും ഒരു എന്താ പറയുക, സമ്പൂർണ്ണ മുനിവര്യനായ വ്യക്തിത്വമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കഥകളും അതിൻ്റെ പൂർവ്വ കഥകളൊക്കെയാണ് പറയാനുള്ളത്. പൂർവ്വകഥയിൽ ഒരു ചിന്താമണി എന്നുള്ള അദ്ദേഹത്തിനെക്കാട്ടിലും 5 വയസ്സ് 6 വയസ്സൊക്കെ കൂടുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് അതായത് ശ്രീരാമൻ്റെ പോലത്തെ യോഗമാണ്, ഭാര്യ വാഴാൻ സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ വടക്കുന്നാഥനിൽ ഭജന ഇരുത്താനായിട്ട് പറഞ്ഞു. അങ്ങനെ വടക്കുന്നാഥനിലെത്തിയിട്ട് വില്യമംഗലം ഭജനയൊക്കെ തുടർന്നു. ഒരുപാട് കാലം അവിടെ ഭജനയൊക്കെ ചെയ്ത് തപസ്സൊക്കെ ചെയ്ത പോലെ നിത്യവും തപസ് ചെയ്യും. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ ചിന്താമണി എന്ന് പറയുന്ന ആളേനെ ആ സ്ത്രീയെ അവിടുന്ന് കാണുകയാണ്. അതിന് ശേഷമുള്ള കഥകളാണ് വളരെ വ്യത്യസ്തമായ കഥകൾ. അതായത് ലൗകിക സുഖത്തിന് വേണ്ടിയിട്ട് പൂർവ്വജന്മത്തിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, രാമായണം എഴുതാൻ ഉണ്ടായ വാൽമീകി രത്നാകരനായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടും അന്നത്തെ ജീവിതവും അതേപോലെ തന്നെ എല്ലാവർക്കും ഓരോരോ വേറെ മുഖങ്ങളുണ്ട് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ വില്യമംഗലത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കഥ. ഇനി ബാക്കി കുറച്ച് വലുതാണ്, അപ്പോൾ അത് നാളെ പറയാം. ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അന്ന് കുറച്ച് വേറെയും തിരക്ക്, ഇന്നലെ പോയി വന്നതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട്. അപ്പോൾ തെക്കേ നടയിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞു തരാമെന്നാണ്. ആ റൂമിൻ്റെ അവിടെ എത്തിയിട്ട് ഞാനിപ്പോൾ തൽക്കാലം ചെറിയ റൂമിലിരുന്നിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് വൈകുന്നേരം 6 മണി ദീപാരാധനയുടെ ഏകദേശം സമയത്ത് ഒരു 6 മണിക്കൊക്കെ ലൈവ് വരാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, പലരും ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ നിന്ന് തന്നെ ആ ലൈവുമായിട്ട്, അതായത് പരിസര പ്രദേശങ്ങളുമായിട്ട് നമുക്ക് ലൈവിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷം നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.